ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ലൈവിൽ നമ്മുടെ രേണുസുതിയും മസ്താനിയും പൊരിഞ്ഞ അടിയാണ്. എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ രേണുസുതി അപ്പാനിയോട് ചോദിച്ച്, എടാ ഞാനിവിടെ വിധവാ കാർഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി ചോദിച്ചു, അതാര് പറഞ്ഞു? അപ്പോൾ രേണുസുതി പറഞ്ഞു, മസ്താനി പറഞ്ഞു ഞാൻ വിധവാ കാർഡ് ഇറക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന മസ്താനി പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു പല പല കാർഡുകൾ ഇറക്കുന്നുണ്ടെന്ന്. അപ്പോൾ രേണുസുതി പറഞ്ഞു, ഞാൻ എൻ്റെ സുധിച്ചേട്ടനെ മാത്രമേ ഓർക്കുന്നുള്ളൂ ഇവിടെ വന്നിട്ട്, പിന്നെ ഞാൻ ആരെയും ഓർക്കാനാ? ഞാൻ വിധവാ കാർഡൊന്നും നോക്കിയിട്ടില്ല. നീയല്ലേ പറഞ്ഞത് എൻ്റെ പുറകെ നടക്കുന്നത്, എനിക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല, പുറത്ത് ടി വി കാണുമ്പോൾ എന്നെ കാണത്തില്ല, അങ്ങനെയൊക്കെ നീയല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മസ്താനി പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ പുറകെ നടക്കുന്നത് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ഞാൻ തന്നെ സ്ക്രീൻ സ്പേസിലാണ് നിങ്ങൾക്ക് കണ്ടൻറ് കിട്ടിയത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കലിപ്പിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കുതർക്കമായിരുന്നു രേണുസുതിയും മസ്താനി. എന്നിട്ട് രേണുസുതി വെല്ലുവിളിക്കുന്നുണ്ട് മസ്താനിയോട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ ജയിക്കുന്നെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീക്ക് എലിമിനേറ്റ് ആവുകയാണെങ്കിൽ നീ ജയിച്ചെന്ന് വെച്ചോളാം. അപ്പോൾ നമ്മുടെ മസ്താനി പറഞ്ഞു, പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത്ര അഹങ്കാരമെന്ന്. വായി ചുമ്മാ തോന്നിയത് പറയരുത് നമ്മുടെ മസ്താനി പറയുന്നത്. പക്ഷേ രേണുസുതി പറയുന്നു, ദേശത്തിൽ പറയുന്നു, ഞാനിവിടെ വിധവാ കാർഡൊന്നും ഇറക്കിയിട്ടില്ല, വന്നപ്പോൾ തൊട്ട് അവൾ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ മസ്താനിയും വിട്ടു കൊടുക്കുന്നില്ല, നിങ്ങളാണ് എൻ്റെ പുറകെ നടക്കുന്നത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു. എല്ലാവരും ഇവിടെ മിണ്ടാതിരിപ്പുണ്ട്. അപ്പോൾ ഒനിയിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അവൾ വിധവാ കാർഡൊന്നും ഇറക്കിയിട്ടില്ല, സുധിച്ചേട്ടനെ മാത്രമേ പറ്റിയേ പറഞ്ഞിട്ടുള്ളെന്ന് ഒനിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.